പ്രിയപ്പെട്ടവരെ, ഈ ലക്കമാഴ്ചവട്ടം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നൽകുന്ന BJP ബാന്ധവത്തെയും കോൺഗ്രസ്സുകാരുടെ BJPയിലേക്കുള്ള നിലക്കാത്ത ഒഴുക്കിനെയും കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയ തലത്തിൽ മാത്രമല്ല, കേരളത്തിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീമാൻ AK ആൻ്റണിയുടെ മകൻ്റെ പിന്നാലെ മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ്റെ മകളും BJPയിലെത്തിയതോടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ എല്ലാ ഗ്രൂപ്പ് സമവാക്യങ്ങളും BJPയുടെ കാര്യത്തിൽ ശരിയായി എന്ന് പറയാവുന്നതാണ്. കേരളത്തിലെ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ 4 പേർ കോൺഗ്രസിൽ നിന്നും ഈ അടുത്ത കാലത്ത് BJPയിലെത്തിയവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. BJP 14 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ 4 പേർ അതിൽ സമീപകാലത്ത് കോൺഗ്രസ് വിട്ടവർ അതിനകത്ത് ഇടം തേടിയിരിക്കുകയാണ്. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർ ഇപ്പോൾ മാവേലിക്കരയിലും കണ്ണൂരിലുമെല്ലാം BJPയുടെ സ്ഥാനാർത്ഥികളായി ഈ പുതിയ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ചാനൽ ചർച്ചകളിൽ വന്ന് BJPയിലേക്കുള്ള സ്വന്തം നേതാക്കളുടെ ഒഴുക്കിനെ മറച്ചു പിടിക്കുന്നതിന് വ്യാജമായ ചില വർത്തമാനങ്ങൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. CPIMൻ്റെ നേതാക്കൾ BJPയിൽ ചേർന്നതായുള്ള കള്ളവാർത്ത പ്രചരണങ്ങളും അവർ നടത്തുന്നുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് അവറിൽ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് CPIMൻ്റെ PB മെമ്പറായ സഖാവ് മണിക് സർക്കാരിൻ്റെ മക്കൾ BJPയിൽ ചേർന്നിരിക്കുന്നു എന്നാണ്. RSSകാരെ പോലെ എന്ത് നുണയും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് കോൺഗ്രസ് നേതാക്കളെ നയിക്കുന്നത് എന്ന കാര്യമാണ് ഇത് കാണിക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. CPIMൻ്റെ PB അംഗമായ സഖാവ് മണിക് സർക്കാരിന് കുട്ടികളില്ല എന്ന കാര്യം ആ ചർച്ചയിലെ അവതാരകൻ അപ്പം തന്നെ ചൂണ്ടിക്കാണിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ടും കോൺഗ്രസിൻ്റെ നേതാവ് ഉരുണ്ട് കളിക്കുകയാണ് അവിടെ ചെയ്തത്. BJPയെ നേരിടുന്നതിനുള്ള രാഷ്ട്രീയ നിലപാടോ അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായ ദൃഢതയോ ഒന്നുമില്ലാത്തവരാണ് ദേശീയ തലത്തിൽ എന്ന പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും എന്നതാണ് വാസ്തവം. ഇടതുപക്ഷത്തിന് മാത്രമാണ് രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും BJPയെ പ്രതിരോധിക്കാനുള്ള നിലപാടുള്ളത് എന്ന് ജനങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യമാണ് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ പ്രധാനമായും പരിഗണിക്കേണ്ടിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെല്ലാം എതിരായ RSSൻ്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടുകളെ കൂടി പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വമാണ് കോഴിക്കോട് ജില്ലയിലെ വടകരയിലെയും കോഴിക്കോട് എല്ലാമുള്ള 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെയും വോട്ടർമാരുടെ മുമ്പിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. പൊതുവിൽ മറ്റെല്ലായിടത്തും എന്ന പോലെ ഇത് ഗൗരവമായ ചുമതലയായി ഈ 2 മണ്ഡലങ്ങളിലും ജനങ്ങളുടെ മുമ്പിൽ വോട്ടർമാരുടെ മുമ്പിൽ ഉത്തരവാദിത്വമായി വന്നു ചേർന്നിരിക്കുകയാണ്. വടകരയിലും കോഴിക്കോടും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അവർ 2 പേരും കഴിഞ്ഞ 10 വർഷക്കാലമായി മോഡി സർക്കാർ അടിച്ചേൽപ്പിച്ച ഏതെങ്കിലും ഒരു ഭരണ നടപടികൾക്ക്, തെറ്റായ ഭരണ നടപടികൾക്കും സംഘപരിവാറിൻ്റെ ചെയ്തികൾക്കുമെതിരായി ശക്തമായൊരു നിലപാട് സ്വീകരിച്ചതായി ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും അത് ചൂണ്ടിക്കാണിക്കാനും കഴിയില്ല. BJP അധികാരത്ത് വന്നത് നരേന്ദ്രമോദി അധികാരത്ത് വന്നത് 2014 മുതലാണ്. ആ 2014 മുതൽ വടകര മണ്ഡലത്തെയും കോഴിക്കോട് മണ്ഡലത്തെയും പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അവിടെ നേരത്തെ മുല്ലപ്പള്ളിയും പിന്നീട് മുരളീധരനും അതുപോലെ കോഴിക്കോട്ടാണെങ്കിൽ MK രാഘവനും എല്ലാം 2014 മുതൽ BJP സർക്കാർ തങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് അടിച്ചേൽപ്പിച്ച ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തെയോ ഭരണ നടപടികളെയോ പാർലമെൻറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ പുറത്തോ ശക്തമായി എതിർത്ത് സംസാരിച്ചതായി നമുക്ക് എവിടെയും ഒരു തെളിവും ഹാജരാക്കാനാവില്ല. അതിന് യാതൊരു തെളിവിൻ്റെ പിൻബലവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മുത്തലാഖ് നിരോധന നിയമം വഴി മുസ്ലിം പുരുഷന്മാർക്കെതിരായി ക്രിമിനൽ വ്യവസ്ഥ കൊണ്ടുവന്നപ്പോൾ
അതിനെ പിന്തുണയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് എം പിമാരെല്ലാം ചെയ്തത്. രാജ്യത്ത് മറ്റൊരു വിവാഹമോചന നിയമത്തിലും ഇല്ലാത്ത വിധത്തിൽ മുത്തലാഖ് നിരോധനത്തിൽ ക്രിമിനൽ വ്യവസ്ഥകൾ ചേർത്തതിനെ ഇടതുപക്ഷം ശക്തമായി ആ ഘട്ടത്തിൽ എതിർത്തു. ആ സന്ദർഭത്തിൽ പാർലമെൻറ്റിനകത്ത് നിഷ്ക്രിയരായിരുന്നവരാണ് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാം. UAPA അതുപോലെ NIA തുടങ്ങിയിട്ടുള്ള നിയമ ഭേദഗതികൾ പാർലമെൻറ്റിൽ അത്തരം സന്ദർഭങ്ങളിലെല്ലാം പാർലമെൻറ്റിൽ വന്ന ഘട്ടത്തിൽ BJPക്കൊപ്പം കൈപൊക്കി പാസാക്കിയവരാണ് കോൺഗ്രസിൻ്റെ എം പിമാർ എന്നുള്ളതും നാം കണ്ടിട്ടുള്ളതാണ്. ഇതിനെല്ലാം കോൺഗ്രസിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാനും ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായ പ്രതിരോധമുയർത്താനും ഇടതുപക്ഷത്തിന് കരുത്തു പകരുക എന്നതാണ് രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ എല്ലാം ഉത്തരവാദിത്വമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ്സുകാരുടെ പണമൊഴുക്കിയുള്ള അവരുടെ പ്രചരണങ്ങൾക്ക് ഒന്നും വടകരയിലും കോഴിക്കോട്ടുമൊന്നും ഇനിയും വോട്ടർമാരെ പറ്റിക്കാൻ കഴിയും എന്ന് കരുതേണ്ടതില്ല. ഇന്ത്യയെ തന്നെ, നമ്മുടെ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന സംഘപരിവാർ അജണ്ടക്കെതിരെ വളരെ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവ് വടകരയിലെയും കോഴിക്കോട്ടെയും എല്ലാം വോട്ടർമാരിൽ ശക്തമായുണ്ട്. അതാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഇതിനകം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണങ്ങളും പരിപാടികളിലെ വൻ ജനപങ്കാളിത്തവും എല്ലാം കാണിക്കുന്നത്. രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലുമെല്ലാം വളരെ സജീവമായി ഇടപെടുന്ന നേതാക്കളുമാണ്. അവരുടെ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളുടെ കൂട്ടായ്മക്കും ഏകോപനത്തിനും ശക്തി പകരുന്നതാണെന്ന് മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും തിരിച്ചറിയണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വടകരയിൽ പരാജയം ഭയന്ന് കഴിയുന്ന മുരളിക്ക് തൽക്കാലം ഒരാശ്വാസമായിട്ടുണ്ട്. സ്വന്തം സഹോദരി BJPയിൽ ചേർന്നതിൻ്റെ ജാള്യത പരിഹരിക്കാൻ ഞാൻ BJPയെ തോൽപ്പിക്കുന്നതിന് തൃശ്ശൂരിലേക്ക് പോവുകയാണ് എന്ന വീരസ്യം പറഞ്ഞ് തടിരക്ഷപ്പെടുത്തിയിരിക്കുകയാണ് മുരളി. തൃശ്ശൂരിൽ BJPക്ക് ഇപ്പോൾ അക്കൗണ്ടൊന്നുമില്ല, അവിടെ BJP ജയിക്കാനും പോകുന്നില്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് സുനിൽകുമാർ വ്യക്തമായ മേധാവിത്വത്തോടെ ജയിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. എന്നിട്ടും മുരളീധരൻ പ്രതാപനെ വെട്ടിമാറ്റി തൃശ്ശൂരിലേക്ക് തട്ടകം മാറ്റിയതിൻ്റെ രഹസ്യം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശ്രീമതി KK ശൈലജ ടീച്ചറുടെ സ്വീകാര്യതയ്ക്ക് മുമ്പിൽ രക്ഷയില്ല എന്ന തിരിച്ചറിവാണ് എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ പാട്ടാണ്. വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പാലക്കാട്ടെ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം MK രാഘവനെ പോലെ കോഴിക്കോട്ടെ ഉള്ള ഇപ്പോഴത്തെ സിറ്റിംഗ് MP സ്ഥാനാർത്ഥിയുമായ MK രാഘവനെ പോലുള്ള നേതാക്കളോട് എല്ലാം കരഞ്ഞു പറഞ്ഞിട്ടും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പിടിച്ച് വടകരയിൽ ബലിയാടാക്കി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. പ്രബുദ്ധരായ വടകരയിലെ വോട്ടർമാർ വർത്തമാനകാല രാഷ്ട്രീയവും രാജ്യത്തിൻ്റെ സാമൂഹ്യ സാഹചര്യവും എല്ലാം മനസ്സിലാക്കുന്നവരാണ്. ഇക്കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറെ വിജയിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ജനങ്ങൾ, വടകരയിലെ വോട്ടർമാർ മനസ്സിലാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. AICCയുടെ ദേശീയ സെക്രട്ടറി KC വേണുഗോപാൽ, AICCയുടെ സാധാരണ സെക്രട്ടറി അല്ല, സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ വീണ്ടും ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തുന്നത് രാജസ്ഥാനിൽ നിന്ന് BJPക്ക് ഒരു രാജ്യസഭാ സീറ്റ് ഉറപ്പാക്കിക്കൊണ്ടാണ് എന്നുള്ളത് നാം ഗൗരവത്തോടെ നാട് കാണേണ്ടതുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ 2020 ജൂണിലാണ് KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന് 2026 ജൂൺ വരെ കാലാവധിയുണ്ട്. BJP ഇത്തവണ KC വേണുഗോപാലിന് വോട്ട് മറിച്ച് നൽകുമെന്നുള്ള ധാരണയുണ്ടോ എന്നിപ്പോൾ പരക്കെ സംസാരം തുടങ്ങിയിട്ടുണ്ട്. അതിനു പകരം രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റ് BJPക്ക് ലഭിക്കുന്നതിന് വഴിയൊരുക്കുക എന്നതായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു ആലോചനയുടെ ഭാഗമായി സംഭവിക്കുക. അവിടെ ആലപ്പുഴയിൽ സഖാവ് ആരിഫിനെ ഇപ്പോഴത്തെ നിലവിലുള്ള MP പരാജയപ്പെടുക എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. ആരിഫ് പരാജയപ്പെട്ട് KC വേണുഗോപാൽ ജയിച്ചാൽ KC വേണുഗോപാൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കണം. അങ്ങനെ രാജിവെച്ചാൽ രാജസ്ഥാനിലെ MLAമാർ വീണ്ടും പുതിയൊരു രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കണം.
നിലവിൽ 115 MLA-മാർ ബി ജെ പിക്ക് രാജസ്ഥാനിലുണ്ട്. കോൺഗ്രസിനാണെങ്കിൽ 69 പേരേ ഉള്ളൂ. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടന്നാൽ, രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നാൽ MLA-മാർക്കാണ് വോട്ടവകാശം. തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടുത്തെ കക്ഷി നിലയനുസരിച്ച് KC വേണുഗോപാൽ ഒഴിയുന്ന രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇതിലാണ് രണ്ടു കൂട്ടരും ഒരു ധാരണയിലാണ് എന്നാണ്. പക്ഷേ ഇക്കാര്യം വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട്, ഇതെല്ലാം ഗൗരവത്തോടെ കണ്ടുകൊണ്ട് ആലപ്പുഴയിലെ പ്രബുദ്ധരായ ജനത ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുൻകൂട്ടി കണ്ടുകൊണ്ട് സഖാവ് ആരിഫിനെ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുന്നതിനുള്ള എല്ലാ നിലയിലുമുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ മനസ്സിലുറപ്പിച്ച് നടത്തി മുന്നോട്ട് വരികയാണ് എന്നുള്ളത് ആവേശകരമായ ഒരു അനുഭവമാണ്. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3ഇടത്തും ജയിച്ചതോടെ രാജ്യസഭാ കക്ഷി നിലയിൽ ബി ജെ പിക്ക്, അവരുടെ മുന്നണിക്ക് കേവല ഭൂരിപക്ഷത്തിന് ഏതാണ്ട് അരികിലെത്തി നിൽക്കുകയാണ്. ഇനി 3-4 സീറ്റ് കൂടി ലഭിച്ചാൽ അവർക്ക് തനിച്ച് ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിക്കും. അങ്ങനെ വന്നാൽ അവർക്ക് തോന്നുന്ന നിലയിൽ ഏത് നിയമവും അവിടെ പാസ്സാക്കാൻ കഴിയും. ഇപ്പോൾ നിർണായകമായ ഘട്ടത്തിൽ, ഇത്തരമൊരു നിർണായകമായ ഘട്ടത്തിൽ YSR കോൺഗ്രസ്, ബിജു ജനതാദൾ ഇവരുടെ നിസ്സംഗത മൂലമാണ് ചില ബില്ലുകളൊക്കെ പാസ്സാക്കാൻ ഇപ്പോൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ കഴിയുന്നത്. അത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ആ രാജ്യസഭാ സീറ്റ് വലിച്ചെറിഞ്ഞ്, സ്വന്തം രാജ്യസഭാ സീറ്റ് വലിച്ചെറിഞ്ഞ് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിലൂടെ KC വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, സംഘടനാ സെക്രട്ടറി നൽകുന്ന സന്ദേശം എന്താണ്? ഇത് കൃത്യമായ ഒരു ഡീലാണെന്നുള്ളത് ആളുകൾക്ക് ബോധ്യമാകും. ബി ജെ പിക്ക് 1 ലക്ഷത്തിലധികം വോട്ട് ആലപ്പുഴയിലുണ്ടെന്നാണ് പറയുന്നത് മാധ്യമങ്ങളൊക്കെ. അത് തൂത്തുവാരി പിടിച്ച് CPIM-നെ ഏത് വിധേനയും തോൽപ്പിക്കുക, BJP-യെ രാജസ്ഥാൻ ജയിപ്പിക്കുക. ഇതാണ് KC വേണുഗോപാൽ BJP-യുമായി ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ ഡീല് എന്ന് ഇപ്പോൾ ന്യായമായും കരുതേണ്ടി വരും. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രാമാണികരായ നേതാക്കന്മാരെ, 12 മുൻ മുഖ്യമന്ത്രിമാരടക്കമുള്ള പ്രാമാണികരായ നേതാക്കന്മാരെ BJP-യിലേക്ക് എത്തിക്കുന്നതിന് കൂട്ടുനിന്ന AICC-യുടെ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിൻ്റെ തന്ത്രങ്ങളൊന്നും ആലപ്പുഴയിൽ ഏശാൻ പോകുന്നില്ല. മതനിരപേക്ഷ സമൂഹം ഒന്നാകെ കക്ഷിഭേദമില്ലാതെ ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റിംഗ് MP AM ആരിഫിന് പിന്തുണ നൽകുന്നതിന് സന്നദ്ധമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് ആവേശകരമാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ആരിഫ് അവിടെ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ BJP കോൺഗ്രസ് ബാന്ധവത്തിന് കേരളം ശക്തമായ മറുപടി നൽകുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ മുൻകൈ നിലനിർത്താൻ, BJP വിരുദ്ധ കക്ഷികൾക്ക് ശരിയായ ദിശാബോധം നൽകാനും, മോഡി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനും പരമാവധി ഇടതുപക്ഷ അംഗങ്ങളെ പാർലമെൻറ്റിൽ എത്തിക്കുക എന്നതാണ് മതനിരപേക്ഷ വിശ്വാസികളായ എല്ലാവരുടെയും മുമ്പിലുള്ള ഇന്നത്തെ അടിയന്തര ചുമതല. ആ ദേശാഭിമാനപരമായ ചുമതല നിറവേറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു.